Hello to all. Welcome to Zodiac Academy, Zodiac Exam Series discussion. This is week 19 and we are going to discuss question number 451 to 475. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിനോ ഒരു പാൻഡമിക്കിന്റെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് എക്സാം ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ എയിംസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 1 എക്സാം ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 10 മുതൽ 21 ഡേയ്സിന്റെ ഒരു അഗ്രസീവ് പ്ലാൻ സോഡിക് അക്കാഡമി ചെയ്യുന്നുണ്ട്. 120 hours ഡെയിലി 10 hours ട്രെയിനിങ് പ്രോഗ്രാം ആണ്. താല്പര്യമുള്ളവർക്ക് സോഡിയക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് 3803 വേക്കൻസിയാണ് വരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് വേക്കൻസി ആൻഡ് ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വിൽ ഗോ ടു ഡിസ്കഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നൗ. 451. At what gestation does the switch over from fetal to adult hemoglobin synthesis begin? നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒബിജിയുടെ കണ്ടിന്യൂഷൻ 1-2 ചോദ്യങ്ങളുടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീറ്റൽ ടു അഡൽട്ട് ഹീമോഗ്ലോബിൻ സിന്തസിസ് നമുക്ക് ഉണ്ടാകുന്നത് ഓപ്ഷൻ എ 30th വീക്ക് ആണ്. റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റി ഹൈപ്പർടെൻസീവ് ഈസ് നോട്ട് സേഫ് ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ സേഫ് അല്ലാത്ത ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറയുന്നത് AC ഇൻഹിബിറ്റേഴ്സ് ആണ്. നമ്മൾ മിഥൈൽ ടോപ്പയൊക്കെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. AC ഇൻഹിബിറ്റേഴ്സ് നമുക്ക് സേഫ് അല്ല. 453. മാസ്ക് ഓഫ് പ്രഗ്നൻസി നമ്മൾ കൊളാസ്മ ഗ്രാവിഡാറം എന്നാണ് പറയാറുള്ളത്. നമ്മൾ പ്രഗ്നൻസി ലൈൻസ് ആണ് ലൈക്ക് സ്ട്രയ ഗ്രാവിഡാറ ലീനിയൊക്കെ അബ്ഡോമിനൽ റീജിയനിൽ വരുന്നതാണ്. ഫേസിൽ വരുന്നത് നമ്മൾ കൊളാസ്മ ഗ്രാവിഡാറം എന്നാണ് പറയാറുള്ളത്. 454. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ നമ്മൾ പറയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് നമ്മൾ പറയും. സെൻട്രൽ ടെൻഡൻസിയിൽ പറയുന്നതാണ് മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്ന റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, വേരിയൻസ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളുണ്ട്. സോ റേഞ്ച് ആണ് റൈറ്റ് ആൻസർ. റേഞ്ച് ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് വരുന്നത്. 455. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡൽ ഓഫ് ക്വാളിറ്റി അഷുറൻസ്? ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റിൽ പഠിക്കുന്നതാണ്. അതിൽ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. യു ഹേർഡ് അബൌട്ട് ദ കോൺസെപ്റ്റ്സ് ലൈക്ക് TQM, CQI, QC, ദോസ് കോൺസെപ്റ്റ്സ്. അതിൽ നമ്മൾ PDCA മോഡൽ എന്ന് പറയുന്നത് എഡ്വേർഡ് ഡെമിംഗ് പറയുന്ന പ്ലാൻ ഡു ചെക്ക് ആക്ട് എന്നൊരു മോഡലാണ്. ലീൻ മെത്തഡോളജി എന്ന് പറയുന്നത് ടയോട്ട കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ്. 6 സിഗ്മ അഗൈൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ 6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത് എറേഴ്സ് മിനിമൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. മോട്ടറോള കമ്പനി അഡോപ്റ്റ് ചെയ്തതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു നോട്ട് എ മോഡൽ ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 456. ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് പംപ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഇൻ ടു ദ അയോട്ട പെർ മിനിറ്റ്. നമ്മൾ മിനിറ്റിന്റെ കണക്കിൽ പറയുമ്പോൾ നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയും. എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ഹാർട്ട് പെർ കൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് മാത്രമാണെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് പറയും. നമ്മൾ പെർ മിനിറ്റ് ടൈം ഡ്യൂറേഷൻ പറയുമ്പോൾ നമ്മൾ അതിനെ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയും. സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. സ്ട്രോക്ക് വോളിയം 70 ml ഹാർട്ട് റേറ്റ് 72 ആകുമ്പോൾ നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് ഏകദേശം 5000 ml അല്ലെങ്കിൽ 5 liters എന്നാണ് പറയാറുള്ളത്. 457. മെജോറിറ്റി ഓഫ് വാട്ടർ റീഅബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ വിച്ച് സെഗ്മെന്റ് ഓഫ് എ നെഫ്രോൺ? വാട്ടർ റീഅബ്സോർപ്ഷൻ മെജോറിറ്റി നടക്കുന്നതും പ്രോക്സിമൽ ട്യൂബ്യൂൾ, PCT, പ്രോക്സിമൽ കൺവെർട്ടഡ് ട്യൂബ്യൂളിലാണ് മെജോറിറ്റി വാട്ടർ ഇതും നടക്കുന്നത്. 458. Which among the following arteries not involved in the formation of circle of Willis? സർക്കിൾ ഓഫ് വില്ലിസിന്റെ ഫോർമേഷനിൽ നമുക്ക് ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേഷൻ ആർട്ടറി ഉണ്ട്, ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ സെർബുലാർ ആർട്ടറി അവിടെ വരുന്നില്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 459. അസറ്റാബുലം ഈസ് പ്രസന്റ് ഇൻ വിച്ച് ബോൺ? ഡയറക്റ്റ് ചോദ്യമാണ്. അസറ്റാബുലം നമ്മുടെ ഹിപ്പ് ബോണിൽ വരുന്നതാണ്. നമ്മൾ ഇലിയം, ഇഷ്യം, പിവിസ് നമ്മളവിടെ അസറ്റാബുലം പഠിക്കുന്നുണ്ട്. ഫീമറിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഒബ്റ്റുറേറ്റർ അല്ലേ? ഓക്കെ. 460. ഫോഴ്സ് പ്രസന്റ് ഇൻ ദ മ്യൂക്കസ് ഓഫ് എംപ്റ്റി സ്റ്റൊമക്. എംപ്റ്റി സ്റ്റൊമക്കിലുള്ള ഫോഴ്സ് നമ്മൾ റൂഗേ എന്ന് നമ്മൾ പറയും. ഇതെല്ലാം ഡയറക്റ്റ് അനാട്ടമിയിലുള്ള ചോദ്യങ്ങളാണ്. 461. സീൽ നീൽസൺ ടെക്നിക്. സീൽ നീൽസൺ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ബാക്ടീരിയത്തിന്റെ സ്റ്റെയിനിങ് അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 462. കോസേറ്റീവ് ഓർഗൻസ് ഓഫ് വീൽസ് ഡിസീസ് എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറയാണ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ അധികം മെൻഷൻ ചെയ്യാത്തത് നമ്മുടെ വരും ദിവസങ്ങളിലെ കമ്മ്യൂണിറ്റിയുടെ ചോദ്യങ്ങളിലും ഇതെല്ലാം ഡിസ്കഷൻസ് ഉണ്ടാകും. കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ഓരോ ഓർഗാനിസം ട്രിപ്പണോമ പാലിഡം, നമ്മുടെ സിഫിലിസിൽ പറയും, ബൊറീലിയ, വാരിസെല്ല, സോസ്റ്റർ, ഓരോ നമ്മൾ പറയും. 463. മെന്റൽ മെക്കാനിസം ഇൻ വിച്ച് പേഴ്സൺ ഈസ് ജസ്റ്റിഫൈങ് ഹിസ് ഐഡിയാസ് ഓർ ബിഹേവിയർ? നമ്മൾ ഒരാളുടെ ഐഡിയ അത് ജസ്റ്റിഫൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ റാഷണലൈസേഷൻ എന്നാണ് പറയുന്നത്. ഗ്രേപ്സ് ആർ സോർ ആറ്റിറ്റ്യൂഡ്, അതും ചോദിച്ചിട്ടുണ്ട്. ഗ്രേപ്സ് ആർ സോർ ആറ്റിറ്റ്യൂഡ് ഏതിനാണുള്ളത് വെച്ചാൽ റാഷണലൈസേഷൻ, ന്യായീകരണം കണ്ടെത്തുക എന്നുള്ളതാണ്. 464. ഇൻബോൺ ഓൾറൗണ്ട് മെന്റൽ എഫിഷ്യൻസി, നമ്മൾ ഓൾറൗണ്ട് മെന്റൽ എഫിഷ്യൻസി നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
465 പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദ നോംസ് ഓഫ് ഗ്രൂപ്പ്. നമ്മൾ അതിനെ സോഷ്യലൈസേഷൻ എന്ന് പറയും. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിലുള്ള മാൻ ഒരു സോഷ്യലൈസ്ഡ് അനിമൽ ആണെന്ന് പറയും. 466 മാരേജ് പ്രാക്ടീസ് വിത്ത് ഇൻ എ ഗ്രൂപ്പ്. വിത്തിൻ ദ ഗ്രൂപ്പിന് നമ്മൾ എൻഡോഗമി എന്ന് പറയും. നമ്മൾ സോഷ്യോളജിയിലെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും ഓരോന്നിനെ കുറിച്ച്. എൻഡോഗമി, എക്സോഗമി, പോളിഗമി ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. 467 which of the following is an organized clinical instruction in the presence of a patient. ഒരു പേഷ്യന്റ് പ്രസൻസിൽ നമ്മൾ ചെയ്യുന്നതിനെ ബെഡ് സൈഡ് ക്ലിനിക് എന്ന് പറയും. എന്നാൽ പേഷ്യന്റ് പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ നഴ്സിംഗ് കെയർ കോൺഫറൻസ് എന്ന് പറയും. ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്സിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യന്റ് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ബെഡ് സൈഡ് ക്ലിനിക് എന്ന് പറയും. 468 സെലക്ടിങ് എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ടു റെപ്രസെന്റ് ദ എൻറ്റയർ പോപ്പുലേഷൻ നമ്മൾ സിമ്പിൾ ടേം ആണ് സാമ്പിളിംഗ് എന്ന് പറയും. നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ട്, അവിടെ നമ്മുടെ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചോറ് വെന്തോ നോക്കാൻ വേണ്ടി കുറച്ച് അരി നമ്മൾ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എൻറ്റയർ കാലത്തിലുള്ള അരിയും വെന്തും നമ്മൾ അനുമാനം വരും. ദാറ്റ് ഇസ് കോൾഡ് സാമ്പിളിംഗ്. 469 a failure in professional duty, skill or practice that leads to injury or harm to the client. നമ്മൾ അതിനെ മാൽ പ്രാക്ടീസ് എന്ന് പറയും. ഞാൻ മുൻ ക്ലാസ്സുകളിൽ ടോട്ട്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കോസ് ഇന്റൻഷണൽ, ഇന്റൻഷണൽ ആൻഡ് അൺഇന്റൻഷണൽ ടോട്ട് പഠിച്ചിട്ടുണ്ട്. അൺഇന്റൻഷണൽ ടോട്ടിൽ വരുന്നതാണ് മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. 470 ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സിമ്പിൾ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ജോബ് അനാലിസിസിൽ രണ്ട് കാര്യം പറയും, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പറയുന്നത്. നിങ്ങൾ പൊസസ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസിനെയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആസ് യു ഗ്രോ അപ്പ് യു ആർ ഗെറ്റിംഗ് ചലഞ്ചിങ് ടാസ്ക് സോ ദാറ്റ് നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. 471 a cut caused by sharp uneven instrument. Uneven എന്നാണ് സ്പെല്ലിംഗ്. uneven instrument is termed as dash. നമ്മള് ഈ സി ഇവിടെ ഇല്ല. ലാസറേറ്റഡ് വൂണ്ട് എന്ന് നമ്മൾ പറയും. എ കട്ട് കോസ്ഡ് ബൈ ഷാർപ്പ് അൺഈവൻ ഇൻസ്ട്രുമെന്റ് വരുന്നതാണ് ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത്. 472 ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷന്റെ ആംഗിൾ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. നമ്മൾ ഇൻട്രാഡെർമൽ, സബ് ക്യൂ, IM ഓരോന്നിന്റെ ആംഗിൾ ഓഫ് ഇൻസർഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻട്രാഡെർമൽ 15 ഡിഗ്രിയാണ്. എക്സാമ്പിൾ ഓഫ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇൻസ്റ്റിലിംഗ് ഇയർ ഡ്രോപ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻസ്റ്റിലിംഗ് ഇയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. 474 syrup ampicillin 100 mg for a client for a child and okay 250 milligram നമ്മൾ 5 ml ഉണ്ട്. അപ്പൊ നമുക്ക് 100 milligram ആണ് വേണ്ടത്. എത്ര? അപ്പൊ 100 × 5/250. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 50 2 ml ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി 2 ml ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 475 last question. Which part of the nursing process includes a statement of the client's actual or potential problem? നമ്മൾ ആക്ച്വൽ പൊട്ടൻഷ്യൽ പ്രോബ്ലം എല്ലാം സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെന്റ് ഫോമാറ്റ്സിൽ കേട്ടിട്ടുണ്ട്. സോപ്പിയർ, പൈ, ഡാർ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കും. അതിൽ നമ്മൾ സോപ്പിയർ ഒക്കെ സബ്ജക്റ്റീവ് ഡേറ്റ, ഒബ്ജക്റ്റീവ് ഡേറ്റ, അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, റെസ്പോൺസ് ആണ്. നമ്മൾ ഡേറ്റ എഴുതുമ്പോൾ അസസ്മെന്റ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഡയഗ്നോസ് തന്നെയാണ്. സോ നഴ്സിംഗ് ഡയഗ്നോസ് ആണ് നമ്മൾ ആക്ച്വൽ പൊട്ടൻഷ്യൽ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാറുള്ളത്. ഇതാണ് ഈ വീക്കിലെ ചോദ്യം. നോട്ട് ഡൗൺ ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. എക്സാമിന്റെ ഒരു സീരിയസ് പാറ്റേണിലോട്ട് നിങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങുക. എയിംസ് ആണെങ്കിലും നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ PSC എക്സാം ആണെങ്കിലും ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.